സഞ്ജു സാംസണെതിരെ വിമർശനവുമായി KCA തോന്നുമ്പോൾ മാത്രം കളിക്കുന്ന രീതി ശരിയല്ലെന്ന് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ്. KCAയുടെ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം കളിക്കാരൻ എന്ന നിലയിൽ സഞ്ജുവിനുണ്ട്. സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം സഞ്ജു വ്യക്തമാക്കിയിട്ടില്ല. ശശി തരൂർ ഉന്നയിച്ചതുപോലെ KCAയ്ക്ക് സഞ്ജുവിനോട് ഈഗോ ഇല്ലെന്നും ജയേഷ് ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സഞ്ജു സാംസൺ ഇപ്പോൾ KCA പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണല്ലോ under-14 കാലഘട്ടങ്ങൾ മുതൽ സഞ്ജു സാംസനെ കാലാകാലങ്ങളിൽ വളർത്തിയത്. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ പ്രൈമിൽ നിൽക്കുന്ന ആൾ ഒരു ഈഗോ, അസോസിയേഷൻ്റെ ഒരു ഈഗോയുടെ പുറത്ത് ഞങ്ങളങ്ങനെ പ്രതികരിക്കൂ? അതാ ഞാൻ പറയും, എന്നെ PCCI എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻ ഇല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സെലക്ടേഴ്സ് ഒരു ടീം സെലക്ട് ചെയ്യുമ്പോൾ അവിടെ പല മാനദണ്ഡങ്ങൾ നോക്കും. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫി മാതിരിയൊരു ഇമ്പോർട്ടൻറ്റ് ടൂർണമെൻറ്റ്, India-Pakistan മാച്ച് ഉണ്ട്. അങ്ങനെ പല ഒരു ട്രോഫി പോകുമ്പോൾ അവർ പല എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ സീനിയോറിറ്റി, ടീം കോമ്പിനേഷൻ പലതും നോക്കും. ഇപ്പോൾ രോഹിത് ശർമ്മ ടീം ലീഡ് ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. അപ്പോൾ അവർ കൺസിഡർ ചെയ്യുന്ന സഞ്ജു സാംസൺ വരെ രോഹിത് ശർമ്മനെ ആയിരിക്കാം. അല്ലാതെ വിജയ് ഹസാരെ ടൂർണമെൻറ്റിൽ നിന്ന് അദ്ദേഹം പങ്കെടുത്തില്ല, അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അദ്ദേഹത്തിനെ ആ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. ആ ഒരു റീസൺ കൊണ്ടല്ല അദ്ദേഹത്തിന് അവിടെ സ്ഥാനം നഷ്ടപ്പെട്ടത്. വിശദാംശങ്ങളുമായി ഷീന മാർട്ടിനും അർജുൻ രാജുമുണ്ട്. ആദ്യം അർജുൻ രാജിലേക്കാണ്. അർജുൻ, ഈ വിഷയത്തിൽ KCAയുടെ നിലപാട് എന്താണ്? ആതിര, കഴിഞ്ഞ ഇന്നലെയാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. അതിൽ സഞ്ജു സാംസണെ ഇടം ലഭിക്കാത്തതിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഇന്നലെ ശശി തരൂർ MP-യും ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചു. തരൂർ MP-യുടെ പ്രധാനപ്പെട്ട വിമർശനം KCAയ്ക്കെതിരെയായിരുന്നു. KCA എടുത്ത സമീപനമാണ് ഒരു തരത്തിൽ സഞ്ജുവിന് അവസരം ലഭിക്കാതെ പോയതെന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഉണ്ടായത്. കഴിഞ്ഞ വിജയ് ഹസാരെ ടൂർണമെന്റിൽ സഞ്ജു പങ്കെടുത്തിരുന്നില്ല, ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സഞ്ജു ആ ടൂർണമെന്റിൽ നിന്ന് മാറി നിന്നു. പക്ഷേ സെലക്ഷൻ കഴിഞ്ഞ ഘട്ടത്തിൽ സഞ്ജു സാംസൺ മെയിൽ അയക്കുകയും താൻ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്ത ടീമിനെയാണ് KCA പ്രഖ്യാപിച്ചത്. വിജയ് ഹസാരെ ടൂർണമെന്റ് ഏറ്റവും ഒടുവിൽ നടന്ന ആഭ്യന്തര ടൂർണമെന്റാണത്. അത് ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നതിൽ അത് ഒരു പരിഗണനാ വിഷയമായെന്ന തരത്തിൽ പല ചർച്ചകളും നടക്കുകയാണ്. അതായത് സഞ്ജു സാംസൺ അവസാനം നടന്ന ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവസരം നഷ്ടമായതെന്ന തരത്തിലായിരുന്നു പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വന്നത്. ശശി തരൂർ MP-യും ഇക്കാര്യത്തിൽ KCA വിമർശിച്ചു. അതായത് സഞ്ജു കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് കൂടി അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതിരുന്നത് തിരിച്ചടിയായി. ഇക്കാര്യത്തിൽ KCAയ്ക്ക് ഈഗോ ആണെന്ന തരത്തിലായിരുന്നു തരൂരിന്റെ വിമർശനം ഉണ്ടായത്. അതിനെതിരെയാണ് ഇപ്പോൾ KCA എത്തിയിട്ടുള്ളത്. വിജയ് ഹസാരെ ടൂർണമെന്റിൽ പങ്കെടുക്കാത്തത് കൊണ്ടല്ല സഞ്ജുവിന് അവസരം ലഭിക്കാത്തതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ KCAയുമായി ഒരു കമ്മ്യൂണിക്കേഷൻ BCCI നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അവസാനം നടന്ന വിജയ് ഹസാരെ ടൂർണമെന്റിൽ എന്തുകൊണ്ട് സഞ്ജു പങ്കെടുത്തില്ല, സഞ്ജുവിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടോ എന്നുള്ള തരത്തിൽ BCCI എന്നൊരു കമ്മ്യൂണിക്കേഷൻ KCAയിലേക്ക് പോയിരുന്നു. ഇക്കാര്യത്തിൽ KCA എന്താണ് മറുപടി പറഞ്ഞതെന്ന് ഇപ്പോൾ KCAയുടെ പ്രസിഡന്റായിട്ടുള്ള ജയേഷ് ജോർജ് പറഞ്ഞിട്ടില്ല. പക്ഷേ നടപടിയില്ലെങ്കിൽ കൂടി വിജയ് ഹസാരയിൽ സഞ്ജു മത്സരിച്ചിട്ടില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണം ബോധിപ്പിക്കാതെയാണ് സഞ്ജു ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് KCAയുടെ പ്രസിഡന്റായിട്ടുള്ള ജയേഷ് ജോർജ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സഞ്ജുവിനുള്ള സാധ്യത മങ്ങി എന്ന തരത്തിലാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സഞ്ജുവിന്റെ കഴിഞ്ഞ പ്രകടനങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. അവസാനം നടന്ന 2020-ലും 2023-ലെ ഏകദിന മത്സരത്തിലും സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു. 2023-ലെ അവസാനം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് സഞ്ജു മത്സരിച്ചത്. ആ ഏകദിന മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടുകയും ചെയ്തു. പക്ഷേ 2024-ൽ ഒറ്റ ഏകദിന മത്സരം പോലും സഞ്ജുവിന് നൽകിയില്ല. അവസാനം 2024-ൽ 2020 പരമ്പരയിലാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്തിയത്. അതിൽ 2 സെഞ്ചുറി നേടിക്കൊണ്ട് സഞ്ജു തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഈ ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടാനുള്ള പരിഗണനയായി BCCIയുടെ മുന്നിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ മികച്ച ഫോമിൽ തുടരുന്ന ഘട്ടത്തിൽ പോലും സഞ്ജുവിനെ ഉൾപ്പെടുത്താതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം ആരാധകർക്കിടയിൽ നിന്നും കളി വിദഗ്ധരിൽ നിന്നും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും BCCI പരിഗണിച്ചിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ആഭ്യന്തര ടൂർണമെന്റിൽ എന്ത് പ്രകടനം കാഴ്ചവെച്ചു, എങ്ങനെ പെരുമാറി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ BCCI പരിശോധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് സഞ്ജുവിന്റെ സാധ്യതയെ ഇല്ലാതാക്കിയെന്ന തരത്തിലാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നതും. ആതിര, ഷീന കൂടി ചേരുന്നുണ്ട്. ഷീന, ഒരു വിമർശനം എന്നതിലുപരി ഇതിലൊരു വിശദീകരണം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ശശി തരൂർ പറയുന്നത് പോലെ ഇതൊരു ഈഗോയുടെ പ്രശ്നമല്ല,
കാര്യങ്ങൾ വ്യക്തമായി ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സഞ്ജുവിനുണ്ട് എന്നുള്ളതാണ് KCA പറയുന്നത്. അതായത് ആഭ്യന്തര മത്സരങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കാതിരിക്കുമ്പോഴും സഞ്ജു കൃത്യമായി KCA കാര്യങ്ങൾ ധരിപ്പിക്കാറില്ല എന്ന് തന്നെയാണ് ജയേഷ് ജോർജ് പറഞ്ഞത് നമ്മളോട്. കളിച്ചാലും അതായത് ഹസാരെ ട്രോഫിയിൽ കളിക്കാത്തതിനാലല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. കളിച്ചാലും ടീമിലെത്തില്ല എന്നുള്ള കാര്യത്തിൽ സഞ്ജുവിന് ഉറപ്പായിരുന്നു. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ആരോടും KCA ബന്ധപ്പെട്ടവരോടൊന്നും തന്നെ കാര്യങ്ങൾ ബോധിപ്പിക്കാതെ ഹസാരെ ട്രോഫിയിൽ നിന്ന് ഒഴിവായത്. അതിനുള്ള കാരണം എന്താണെന്ന് ഒരുപാട് തവണ സഞ്ജുവിനോട് അങ്ങോട്ട് ചോദിച്ചപ്പോഴായിരുന്നു സഞ്ജു ഏതെങ്കിലും തരത്തിലുള്ള റീസൺ, അതും ഒരൊറ്റ വാക്യത്തിൽ മാത്രം മറുപടി പറഞ്ഞുകൊണ്ടാണ് സഞ്ജു മെയിൽ അയച്ചതെന്നും ജയേഷ് ജോർജ് പറയുന്നു. അങ്ങനെ അത്തരത്തിൽ KCA വളർത്തിയ കുട്ടി ഏതെങ്കിലും തരത്തിൽ KCAയുമായിട്ട് ഭിന്നതയുള്ളത് കൊണ്ടാണ് KCA ഒഴിവാക്കിയത് എന്നുള്ള ശശി തരൂരിൻ്റെ വിമർശനം അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ ആരോപണം ശരിവെക്കുന്നതല്ല എന്നാണ് ജയേഷ് ജോർജ് പറയുന്നത്. അതായത് ടീമിലേക്ക് സഞ്ജുവിനെ എടുക്കാനായിട്ട് ആരുടെയെങ്കിലും ശുപാർശ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത്തരത്തിൽ KCAയിൽ വളർന്ന 14 വയസ്സ് മുതൽ KCA വളർത്തിയ കുട്ടിയെ എന്തിനാണ് KCA ഒഴിവാക്കുന്നത്? അത്തരത്തിൽ KCA ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും പറയുന്നുണ്ടായിരുന്നു ജയേഷ് ജോർജ്. സഞ്ജുവിന് ടീമിലെത്താൻ ആവില്ല, അതിന് സഞ്ജുവിന് ക്യാമ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഉറപ്പും സഞ്ജുവിനുണ്ടായിരുന്നു. അതിന്മേലാണ് സഞ്ജു ഇതിൽ നിന്നും ഒഴിവായത്, ഹസാരെ ട്രോഫിയിൽ നിന്നും ഒഴിവായതെന്നും അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ വന്നതെന്നും പറയുന്നു. അതേപോലെ തന്നെ KCAയോട് കാര്യങ്ങൾ വ്യക്തമായി ബോധിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു പ്ലെയർ എന്ന നിലയ്ക്ക് അത് ചെയ്തിട്ടില്ലെന്നും വരും തലമുറയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലൊരു മാതൃകയാണെന്നുമാണ് ജയേഷ് ജോർജ് പറഞ്ഞത്. നിരുത്തരവാദിത്തപരമായ പല പെരുമാറ്റങ്ങളും സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും KCA BCCA റിപ്പോർട്ട് ചെയ്യാതെ KCA സപ്പോർട്ട് ചെയ്യുകയെന്ന് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും ഇത്തരത്തിൽ KCAയോട് ഏതെങ്കിലും തരത്തിൽ വിധേയപ്പെട്ടു പോകാൻ സഞ്ജു ശ്രമിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ജയേഷ് ജോർജ് നമ്മളോട് സംസാരിച്ചത്. ആതിര. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷീന മാർട്ടിനും അർജുൻ രാജു.